ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിയുമായി ഉടൻ യോഗം ചേരുമെന്ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ. നഗരസഭാ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റിയുമായി ഉടൻ യോഗം ചേരുമെന്ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ. ഡ്രൈനേജ് പ്രവൃത്തികളുടെ ഭാഗമായി പൈപ്പുകളിൽ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന പൊട്ടലുകളും തകരാറുകളും കാരണം പല ഭാഗത്തും വെള്ളമെത്താത്ത സാഹചര്യമുണ്ടെന്നും പഴയ ഇരുമ്പ് പൈപ്പുകൾ മാറ്റുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട് എന്നും ചെയർപേഴ്സൺ MK ജയസുധ പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് 3 ദിവസം കൂടുമ്പോഴാണ് ഈ ഏരിയകളിലേക്ക് വെള്ളം നൽകാനായി കഴിയുന്നത്. അതായത് ഈ ഡ്രൈനേജിൻ്റെ പണി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കാനുണ്ട്. കുറേ സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് KRFP ആൾക്കാരെ നമ്മൾ വിളിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പൈപ്പ് പണികളെല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ പഴയ ഇരുമ്പ് പൈപ്പുകളെല്ലാം പൊട്ടി ദ്രവിച്ചൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് മാറ്റാനുള്ള നടപടികൾ വാട്ടർ അതോറിറ്റി ആയിട്ട് ആലോചിച്ചിട്ട് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 17 മണിക്കൂർ വെള്ളം പമ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഭാഗങ്ങളിലേക്ക് വെള്ളം നിലവിൽ ലഭിക്കുകയുള്ളൂ. കൗൺസിലർമാരും വാട്ടർ അതോറിറ്റിയുമായി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് വിശ്വാസമെന്നും ചെയർപേഴ്സൺ MK ജയസുധ പറഞ്ഞു. 3 ദിവസം കൂടുമ്പോൾ ഏകദേശം ഒരു 17 മണിക്കൂർ പമ്പ് ഫുള്ളായിട്ട് ചെയ്താൽ മാത്രമാണ് ഒരുവിധം ഒരു വാർഡിലെ മൊത്തം ഏരിയകളിലേക്കും, ഇപ്പോൾ നമ്മൾ തോട്ടക്കരയ്ക്ക് വെള്ളം അടിക്കുമ്പോൾ തന്നെ ഈ 4 വാർഡുകളിലും കവർ ചെയ്യാനുള്ള വെള്ളം കിട്ടുകയുള്ളൂ. ഫുൾ ലോഡാവണമെങ്കിൽ 17 മണിക്കൂർ ഏകദേശം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള ലെവലിൽ വാട്ടർ അതോറിറ്റി ആയിട്ടുള്ള കൂടിക്കാഴ്ചയും കൗൺസിലേഴ്സും വാട്ടർ അതോറിറ്റി ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉടൻ തന്നെ നടത്തുന്നുണ്ട്. അതിനെന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്.